ഞങ്ങൾ അഗ്നിഹോത്രിയുടെ പിന്മുറക്കാരാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ 2 ശ്രീചക്ര പ്രതിഷ്ഠ ഉണ്ട്. ആദ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും അതിനുശേഷം ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും. കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ അവിടെ ഒരു അഭൗമമായ തേജസ് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അത് സാക്ഷാൽ ആദിപരാശക്തിയുടെ ചൈതന്യമാണെന്ന് അദ്ദേഹത്തിന് ആ സമയത്തിന് ഒരു ഉത്തരം എന്നുള്ള പോലെ അതിനൊരു എന്താ പറയുക, ദേവി തന്നെ അതിനൊരു മറുപടി കണ്ടെത്തി തരുമായിരുന്നു. ശ്രീവിദ്യോപാസന എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതിപ്പോൾ അടികളുടെ മനസ്സിൽ തോന്നുകയും ചെയ്യുവെച്ചാൽ അത് സാക്ഷാൽ കൊടുങ്ങല്ലൂർ വരുമ്പോൾ അടികളെ കൊണ്ട് തോന്നിക്കുന്നതും ചെയ്യിക്കുന്നതാവും. ഇന്നിപ്പോൾ നമ്മുടെ ഹൈന്ദവ ജനതയുടെ ദുരിതങ്ങൾക്കൊക്കെ എല്ലാം കാണുമ്പോൾ അടിസ്ഥാന കാരണം പരദേവതാ ഉപാസനാ സമ്പ്രദായം കൈവിട്ടു എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരു കാലത്ത് കേരളം അറിയപ്പെട്ടിരുന്നത് തന്നെ സുന്ദരീപീഠം എന്നുള്ള പേരിലായിരുന്നു. തറവാടുകളൊക്കെ പൊളിച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ഉപാധികൾ സ്വർണ്ണ താലിയിലേക്കോ എല്ലാം മാവയച്ച് കൊടുങ്ങല്ലൂരോ ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ച്. ഞങ്ങൾ ടീമിൽ നിന്നുള്ളത് കൊടുങ്ങല്ലൂരാണ്. ഇവിടെ ഒരു മഹായാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തിൻ്റെ എല്ലാമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യമായി മേൽശാന്തിത്വം വഹിക്കുന്ന കുടുംബത്തിലെ അംഗം കൂടിയാണ് അഡ്വക്കേറ്റ് ത്രിവിക്രമ അടികളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഞങ്ങൾ ഒരുപാട് യാഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അപ്പം ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് 17 വർഷമായി നടക്കുന്ന ഒരു മഹായാഗമാണ്. അങ്ങൊരു അഡ്വക്കേറ്റാണ്. പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ അമ്മയുടെ താന്ത്രിക പാരമ്പര്യമുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു യാഗത്തിലേക്ക് അങ്ങയെ കൊണ്ടുവന്ന ആ ഒരു ശക്തി? ഞാൻ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യ മേശാന്തിയായിട്ട് ഏകദേശം 37 വർഷമായി. ഇത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് സിദ്ധിക്കുന്നൊരു അവകാശമാണ്. ഇപ്പോൾ ഞങ്ങളുടെ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1200 വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ അഗ്നിഹോത്രിയുടെ പിന്മുറക്കാരാണ്. അഗ്നിഹോത്രി 100 യാഗങ്ങൾ നടത്തിയിട്ടുള്ളതാണ് തൃത്താലയ്ക്കടുത്ത്. അവിടെയാണ് അടികന്മാരുടെ ഒറിജിനും ഉള്ളത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തിയിട്ട് 37 വർഷമായി ഉള്ള എൻ്റെ ഒരു അനുഭവത്തിലും എല്ലാം അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്താലോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു അനുജ്ഞ പോലെയോ ആജ്ഞ പോലെയോ ഒക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അമ്മ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ 2 ശ്രീചക്ര പ്രതിഷ്ഠ ഉണ്ട്. ആദ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും അതിനുശേഷം ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും. അപ്പോൾ പണ്ട് കാലത്ത് പരശുരാമ കൽപ്പസൂത്രക്ക് ആധാരമാക്കിയിട്ടുള്ള പൂജാവിധാനങ്ങളാണ് നിലകൊണ്ടിരുന്നത്. അതിനുശേഷം ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ കൊടുങ്ങല്ലൂരെത്തുകയും കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ അവിടെ ഒരു അഭൗമമായ തേജസ് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും അപ്പോൾ ആ തേജസ്സിന് ആധാരം എന്തെന്ന് അദ്ദേഹം അവിടെ ആൽത്തറയിലിരുന്ന് ധ്യാനിച്ചു നോക്കിയപ്പോൾ അത് സാക്ഷാൽ ആദിപരാശക്തിയുടെ ചൈതന്യമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. അപ്പോൾ അദ്ദേഹം ദിവസവും ആരാധിച്ചു കൊണ്ടുവരുന്ന കയ്യിൽ കൊണ്ടു നടക്കാറുണ്ടായിരുന്ന ഒരു മഹാമേരു ശ്രീചക്രത്തിലേക്ക് യന്ത്രത്തിലേക്ക് ആ ചൈതന്യത്തിനെ ആവാഹിച്ച് അതും അവിടെ പ്രതിഷ്ഠിച്ചു. പണ്ട് കാലത്തുണ്ടായിരുന്ന പൂജാ സമ്പ്രദായങ്ങൾ, ബലി തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷം ഇതെല്ലാം ശങ്കരാചാര്യ പ്രതിഷ്ഠയ്ക്ക് ശേഷം അത് സമയാചാരത്തിലേക്ക് ചിട്ടപ്പെടുത്തി എന്നതാണ്. അപ്പോൾ ഇവിടെ പാരമ്പര്യമായിട്ട് തന്നെ ശ്രീവിദ്യോപാസന ആ സമ്പ്രദായം നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആ ശ്രീവിദ്യാക്രമത്തിലുണ്ടായിരുന്ന ആരാധനാ രീതികളെല്ലാമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കൊടുങ്ങല്ലൂർ വന്ന സമയത്തൊക്കെ ദിവസവും ലളിതാ സഹസ്രനാമം എന്തായാലും ജപിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പുഷ്പാഞ്ജലിയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പലരും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുകയും ശ്രീവിദ്യാ സമ്പ്രദായത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്കറിയുമായിരുന്നില്ല. എനിക്ക് ശ്രീവിദ്യാമന്ത്രം എന്നുള്ളത് കഴിച്ച് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നും അറിയുമായിരുന്നില്ല. ഇപ്പോഴും ഒന്നും അറിയില്ല. പക്ഷേ അവർ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാനതിന് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ടായിരുന്നു.
അതിനുള്ള ഉത്തരങ്ങൾ പലപ്പോൾ ചിലപ്പോൾ എതിർച്ചയാ പല ആചാര്യന്മാരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കതൊന്ന് കിട്ടുമായിരുന്നു. ഇനി അതല്ലെങ്കിൽ ചില സമയത്ത് അതെങ്ങനെ ഒരു ചോദ്യത്തിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തിന് ഒരു ഉത്തരം എന്നുള്ള പോലെ അതിനൊരു എന്താ പറയുക, ദേവി തന്നെ അതിനൊരു മറുപടി കണ്ടെത്തി തരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, കേരളത്തിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ഉപാസകർ ധാരാളമുണ്ട്. പല ഗുരുപരമ്പരകളിൽ പല സമ്പ്രദായങ്ങളിൽ ഒക്കെയുള്ള ആളുകൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പലരും ഈ ഉപാസന, ശ്രീവിദ്യോപാസനയെ കൊണ്ട് എന്തൊന്ന് പോകണം നമ്മുടെ, അതായത് ഈഗോ എന്നും ആഗ്രഹിച്ച് ഉപാസിക്കുന്നു, അത് ഉയർന്ന രീതിയിൽ കാണുന്നതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. വെച്ചാൽ ഈഗോ, ഉപാസന കൊണ്ട് ഈഗോ വർദ്ധിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നിയ, എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയം, വ്യത്യസ്ത സമ്പ്രദായങ്ങളിലുള്ള ആചാര്യന്മാരെയും എല്ലാം ഒന്ന് വിളിച്ചിരുത്തി സംസാരിച്ച് ഓരോ സമ്പ്രദായത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ഉണ്ടായി. ഒറ്റ സമ്പ്രദായത്തിലേക്ക്, ഒറ്റ സമ്പ്രദായം അത് പോസിബിൾ അല്ല. പക്ഷെ എല്ലാം ശ്രേഷ്ഠമാണ് എന്നുള്ള, അതായത് എൻ്റെ പരമ്പരയും താങ്കളുടെ പരമ്പരയും എല്ലാം ശ്രേഷ്ഠമാണ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിക്കണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. കേരളത്തിലിപ്പോൾ പല നദികളും ഉണ്ട്. പമ്പയാറുണ്ട്, പെരിയാറുണ്ട്. ഈ നദികളൊക്കെ ഒടുക്കം ഒഴുകി എത്തുന്നത് കടലിലാണ് എത്തിച്ചേരുന്നത്. കടലിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാലോ ഇത് പമ്പയാറ് അല്ലെങ്കിൽ ഇത് പെരിയാറോ എന്നുള്ള യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ആ ദേവിയുടെ ആ പരമപദത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ വ്യത്യസ്ത സമ്പ്രദായങ്ങളും പരമ്പരകളും വ്യത്യസ്ത ട്രാക്കുകളിലൂടെ പോയാലും ശരി. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ എല്ലാവരും കൂടിയിട്ട്, പിന്നെ ഇതെല്ലാം ഈ കേവലം ശ്രീവിദ്യോപാസന എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് സമസ്ത അവനവൻ്റെ ഗുണത്തിന് വേണ്ടിയും അതിലൂടെ തന്നെ സമാജത്തിൻ്റെ നന്മയ്ക്ക്, സമസ്ത ജീവജാലങ്ങളുടെയും നന്മയ്ക്കായിട്ടാണ് ആ ഉപാസന എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ വ്യത്യസ്ത സമ്പ്രദായങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളിലും എല്ലാവരും ചേർന്നിരുന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിനും ഈ നാടിനും വളരെ നന്മ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ആണ് ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചത്. 2009 അതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ആ വർഷം എല്ലാ ആചാര്യന്മാരും അറിയാവുന്നവരെ മുഴുവൻ, ആദ്യം എനിക്ക് കുറേ ഇതിൻ്റെ ലിസ്റ്റൊക്കെ തന്നത് ശ്രീപുരം എൽ ഗിരീഷ് കുമാറാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഉപാസകരുടെ പേരും അഡ്രസ്സൊക്കെ ഞാൻ പലരും നേരിട്ട് കണ്ടും ഒക്കെ സംസാരിച്ച് ഒക്കെ ആണ് അതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ളൊരു ഉപാസകൻ പറഞ്ഞു, മാധവജിയുടെ കാലത്ത് ഞങ്ങളെല്ലാം ഇതിന് ശ്രമിച്ചതാണ്, അതിപ്പോൾ അടികളുടെ മനസ്സിൽ തോന്നുകയും ചെയ്യുവെച്ചാൽ അത് സാക്ഷാൽ കൊടുങ്ങല്ലൂർ വരുമ്പോൾ അടികളെ കൊണ്ട് തോന്നിക്കുന്നതും ചെയ്യിക്കുന്നതാവും, അതിൻ്റെ ആവശ്യകത ഉണ്ടാവും, എന്തായാലും ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 2009 നമ്മൾ ശ്രീവിദ്യാ പ്രതിഷ്ഠാനം എന്നൊരു ട്രസ്റ്റ് രൂപം ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളത് 2009 ശ്രീചക്ര പൂജ തുടങ്ങി. അതിങ്ങനെ വളർന്ന് അത് ഇപ്പോൾ 17ാമത്തെ വർഷത്തിലേക്ക് എത്തി. അപ്പോൾ ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിന് ചെയർമാൻ ആരോ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ഒക്കെ സാക്ഷാൽ ആദിപരാശക്തി ദേവി എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് പേരുണ്ടാക്കാനോ പണം ഉണ്ടാക്കാനോ നമ്മൾ അതിൽ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ ഹൈന്ദവ ജനതയുടെ പ്രധാന ദുരിതങ്ങൾക്കൊക്കെ എല്ലാം കാണുമ്പോൾ അടിസ്ഥാന കാരണം അവരവരുടെ പരദേവതാ ഉപാസനാ സമ്പ്രദായം കൈവിട്ടു എന്നുള്ളത് തന്നെയാണ്. പലർക്കും ഭഗവാന്റെ പരദേവത എവിടെയെന്ന് അറിയാത്ത അവസ്ഥ, അറിയാവുന്നവർക്ക് അവിടെ പോയിട്ട് ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ ദുരിതങ്ങളുമാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളൊരു ജോത്സ്യനെ പോയി കാണുന്നു. ഇപ്പോൾ ജോത്സ്യൻ രാശി വെച്ച് ആദ്യം പറയുന്ന വിഷയം പരദേവത അനുകൂലമല്ല, അല്ലെങ്കിൽ പരദേവത പ്രസാദക്കുറവാണ് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ പിറകെ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഒരു കാലത്ത് കേരളം അറിയപ്പെട്ടിരുന്നത് തന്നെ സുന്ദരീപീഠം എന്നുള്ള പേരിലായിരുന്നു. അതായത് എല്ലാ തറവാടുകളിലും ത്രിപുര സുന്ദരിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അത് നവാവരണ പൂജ അല്ലെങ്കിൽ തന്നെ അതായത് ഒരു ചെറിയ ലഘുരൂപത്തിലോ ഒക്കെ ആ ദേവിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ധാരാളം നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
സുന്ദരീപീഠം എന്ന് തന്നെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നീട് ഈ തറവാടുകളിലൊക്കെ ഇത് നാമാവശേഷമായി പോയി. അതായത് ആ തറവാട് പാർട്ടീഷൻ ചെയ്യണം, ഭാഗം വെച്ച് പിരിയണം. അങ്ങനെ നോക്കുമ്പോൾ ഈ തറവാട്ടിൽ ഇതിന് തടസ്സമായിട്ട് കാണുന്ന ഒരു വിഷയം ഈ മച്ചകത്ത് വെച്ചിരിക്കുന്ന ദേവി അല്ലെങ്കിൽ അതൊക്കെയാണ്. അപ്പോൾ അധികവും കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രതീകങ്ങളായിട്ട് ഒരു വാള് അല്ലെങ്കിൽ മരത്തിൻ്റെ പീഠം ഇങ്ങനെയൊക്കെ വെച്ചുള്ള ഒരു ആരാധനാ സമ്പ്രദായം ആയിരിക്കാം. ദിവസം വിളക്ക് വയ്ക്കലുണ്ടാവും. അതുകൂടാതെ വർഷത്തിലൊക്കെ ഗുരുതി തർപ്പണാദികളോട് കൂടിയിട്ടുള്ള പൂജകളൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെയായിരിക്കാം. പിന്നീട് ഇത് തറവാടുകളൊക്കെ പൊളിച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ഭാഗമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ഉപാധികൾ ഇതിനെയെല്ലാം സ്വർണ്ണ താലിയിലേക്കോ എല്ലാം മാവായിച്ച് കൊടുങ്ങല്ലൂരോ ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ച് പിന്നെ ഇത് പൊളിച്ച് കളയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു സംരക്ഷണത്തിനായിട്ട് നിലകൊന്നിരുന്ന ഒരു ഘടകമാണ് കാവുകൾ. അപ്പോൾ ധാരാളം ഭൂമി ഉണ്ടായിരുന്ന ആളുകൾ ഇതൊക്കെ ഭാഗം വെച്ച് പിരിക്കുന്നതിന് അതിനും തടസ്സമായിട്ട് നിൽക്കുന്നത് ആ നാഗത്തമ്മരാണ്. അപ്പോൾ അതും എന്ത് ചെയ്തു, നമ്മളെല്ലാം ആ നാഗത്തിനെയൊക്കെ അതിൻ്റെ ചൈതന്യത്തെ ആവാഹിച്ച് പാമ്പും മേക്കാട്, മണ്ണാറശാല, ആമേടമംഗലം, പാതിരിക്കുന്നത്ത് മന എന്നീ ഇത്തരം ഈ 4 സ്ഥലങ്ങളിലേക്കെല്ലാം ആവാഹിച്ച് കൊണ്ടുപോയി യഥാശക്തി ഒഴിപാട് ചെയ്യുക എന്നുള്ളൊരു സങ്കല്പത്തോട് കൂടിയിട്ട് നമ്മളതെല്ലാം ഒഴിവാക്കി മാറ്റി. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാരെ നമ്മൾ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയാലത്തെ അവസ്ഥ എന്തായിരിക്കും, അവരുടെ മനസ്സ് എത്രമാത്രം സന്തുഷ്ടമായിരിക്കും. അതുപോലെ തന്നെയാണ് പരദേവതകളുടെ വിഷയം. അപ്പം അതുകൊണ്ട് ഈ സർപ്പക്കാവിൻ്റെ ചൈതന്യത്തിനെയോ നമ്മൾ നൂറ്റാണ്ടുകളൊക്കെ ആയിട്ട് ആരാധിച്ചായിരുന്ന ഈ ആരാധനാമൂർത്തിയുടെ ചൈതന്യം അവിടെ നിന്നൊന്നും ഒരിക്കലും വിട്ടുപോകാൻ പോകുന്നില്ല. അപ്പം ഇതെല്ലാം കണ്ടെത്തി പുനഃസ്ഥാപിച്ച് ആരാധിക്കുകയാണ് ഒന്ന് വേണ്ടത്. അപ്പോൾ ഒരു സന്ദേശം ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ശ്രീ വിദ്യാപ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ. മറ്റൊന്ന്, ഇപ്പോൾ ഇന്ന് കാണുന്ന സകലവിധ ഇപ്പോൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അനവധി മന്ത്രങ്ങൾ, അതിൻ്റെ എന്താ പറയുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആചാര്യന്മാരെ പലതും ഇതൊക്കെ ഉണ്ട്. അതിന് ഫീസും ക്ലാസ്സും ഒക്കെ വെച്ച് ഓൺലൈൻ ക്ലാസ് ഫീസൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മന്ത്രം ഉപാസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സദ്ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് വേണം. അത് ഈ ഗുരുവിന് ശിഷ്യൻ്റെ ആ കപ്പാസിറ്റി അറിഞ്ഞിട്ട് വേണം ഓരോ മന്ത്രങ്ങൾ ഉപദേശിക്കാൻ. കാരണം ഏത് മന്ത്രജപം ആകട്ടെ അല്ലെങ്കിൽ യോഗ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഷഡ്ചക്രങ്ങളെ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഒരു സംഗതി. അങ്ങനെ നമ്മുടെ മൂലാധാരത്തിൽ ചുറ്റിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ സഹസ്രാരങ്ങളും ഷഡ്ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാരത്തിലെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെയൊക്കെ കാതലായിട്ടുള്ള കാര്യം. അപ്പം ഇത് കൃത്യമായിട്ട് ആ ഗുരുവിന് ശിഷ്യൻ്റെ എന്താ പറയുക ഒരു കഴിവ് അല്ലെങ്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ദീക്ഷ കൊടുക്കുന്നതിന് തന്നെ. അതല്ലാതെ യൂട്യൂബ് നോക്കിയിട്ട് അത് ചെയ്തു അങ്ങനെയുള്ള ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മിക്കവാറും ചിലപ്പോൾ ആളിനെ ചിലപ്പോൾ ചിത്തഭ്രമത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക.